അപ്പം ഇന്ന് നമ്മളിവിടെ ഉള്ളത് മാംഗ്ലൂരാണ്. ഇത് മൂകാംബിക വ്ലോഗാണല്ലോ. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്കാണ് എത്തിയത്. രാത്രി ആയി. അപ്പം നമ്മുടെ കസിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് 4 o'clock ആയിരുന്നു വന്ദേ ഭാരത് ട്രെയിനിലാണ് വന്നത്. അപ്പോൾ വന്ന് എത്തി നമ്മൾ ഫ്രഷപ്പായി കിടന്ന് ഉറങ്ങി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ നമ്മുടെ കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവർ ചേട്ടനും ചേച്ചിയും തന്നെ വന്ന് നമ്മൾ പിക്ക് ചെയ്തു. നമ്മൾ വീട്ടിൽ വന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇപ്പം ഇവിടുന്ന് 2 hours ഉണ്ട് ട്രാവലിംഗ്. വന്ന് വാ വാ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരാൾ ലിയ എന്നാണ്. ലിയക്കുട്ടി ഹായ് പറഞ്ഞേ. ഹായ്. ഒരാളും കൂടെ ഉണ്ട്. വാച്ചിന്തേ ഒരാളും ഉണ്ട്. 2 പേരാണ്. അപ്പോൾ ഇവിടുന്ന് 2 hours ഉണ്ട് മൂകാംബികയിലേക്ക്. അപ്പം ഞങ്ങൾ ഇപ്പം റെഡിയായി ഫ്രഷപ്പായി ഇറങ്ങി ഇപ്പം നേരെ ഉടുപ്പിയിൽ പോയി തൊഴുതിട്ട് അവിടെ നിന്നാണ് മൂകാംബികയ്ക്ക് പോകുന്നത്. യെസ്. അപ്പം കാണാം വ്ളോഗിൽ. ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹായ്. ഇതാണ് ലിമേഷേട്ടാ. ഹായ് പറഞ്ഞ വ്ളോഗില്. ചേച്ചി എന്തേ ഹായ് പറ വ്ളോഗില്. ഇതാണ് നമ്മുടെ ചേച്ചി. ഇതാഴത്ത ചേച്ചി. ഹായ് പറഞ്ഞേ. ഞാനും എൻ്റെ കളറും ഡ്രസ്സിന്റെ കളറും എല്ലാം ഒരുപോലെ ഇരിക്കണല്ലേ അല്ലേ? സെയിം. നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടില് തന്നെ കുറേ ചെടികള്, കുറേ ഇന്റീരിയർ പ്ലാന്റ്സും ഉണ്ട്, അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. നല്ല ഭംഗിയല്ലേ? അല്ലേ? നല്ല രസം. സാധനങ്ങള് ഈ 2 സ്ഥലങ്ങൾ നല്ല രസം. അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. കാരണം നമ്മൾ ഡയറക്റ്റും അമ്പലത്തിലോട്ടാണല്ലോ പോകുന്നത്. അപ്പം അതുകൊണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അന്ന് പുറത്ത് പോയിട്ടില്ലല്ലോ പോലെ. ഈ റൈസാണോ താളി? ഫുഡ് നല്ല ഉണ്ടാക്കില്ലല്ലേ വീട്ടിൽ അധ്വാനിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അനിയത്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു ചേട്ടായി ചേച്ചി ഇത്ര നല്ല ഫുഡ് ഉണ്ടാവും. ആ നോർത്ത് ഇന്ത്യൻ താളി കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഇത് മിസ് ചെയ്തേനെ. അല്ലെങ്കിൽ ഷാമ്പു താളി അല്ലെങ്കിൽ ഷാമ്പു. താളി എന്ന് വെച്ചാൽ തല തെച്ചിട്ട് താളി. സുന്ദരതര പീനാഗധര ഹര സുന്ദരതര പീനാഗധര ഹര ഗംഗാധര ഗജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ദേവിയെ ഫ്രണ്ടിൽ നിന്ന് കേടുതല്ലേ സുന്ദരമായിട്ട്. അതെ, ഒരു തിരക്കോ തള്ളോ ഒന്നും ഇല്ലായിരുന്നു. അമ്മയെ ഭംഗിയായിട്ട് ഇത്രയും വർഷത്തിന് അമ്മയെ ഭംഗിയായി കണ്ടത്. അമ്മ എന്ത് ഇനി അമ്മയെ കണ്ടുപിടിക്കണം. അമ്മയുടെ വ്ളോഗ് എന്ത് ചെയ്യാം നമുക്ക്.
നമ്മളെല്ലാവരും നമ്മൾ നല്ല ഭംഗിയായിട്ട് മംഗളമായിട്ട് നമ്മൾ തൊഴുതു. ഫ്രണ്ടിൽ നിന്നേനെ അമ്മയെ കാണാൻ പറ്റി. അപ്പം പറ, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പറ, കൊച്ചുമോളുടെ യൂട്യൂബ് ചാനലാണ്. പറ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ബൈ. ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ